പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി കാണാം രാഗഭാവം. ചെന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ പൂമരച്ചോടോ മന്ദാരത്താഴ്വരച്ചേലോ തുന്നാരം തുഞ്ചത്ത് നിന്നാടും തുമ്പിക്ക് തന്നാനം പാടിത്താളം മൂളാൻ ചിങ്കാര പുല്ലാങ്കുഴൽ. ഹേ ചെന്താമരത്തേനോ വെഞ്ചാമരക്കാറ്റോ. ഈ പാട്ടെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹരിചരൺ ആണ്, ഹരിചരണിൻ്റെ കൂടെയാണ് ഞാൻ ഈ പാട്ട് പാടിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെപ്പി നമ്പർ. ഇതിൻ്റെ രാഗത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു രാഗം പൂർണ്ണമായിട്ടും ആ ഒരു രാഗത്തിൽ ചെയ്ത ഒരു പാട്ടാണ്, നമുക്ക് പറയാനേ പറ്റാത്തൊരു പാട്ടാണ്. കാരണം ഇതിൽ ഒരു വരി കേട്ടാൽ നമുക്ക് ഇന്ന രാഗമാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ആ വരി എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറൊരു അന്യ സ്വരപ്രയോഗം കാരണം നമുക്ക് ഓക്കെ അതല്ല, അപ്പോൾ അടുത്ത വരി കേൾക്കുമ്പോൾ വേറൊരു രാഗമാണെന്ന് തോന്നുമെങ്കിലും അതും അല്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക പാട്ടാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്വരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം വലിയ രീ യൂസ് ചെയ്തിട്ടുണ്ട്, ശുദ്ധമധ്യമം, പഞ്ചമം, ധൈവതം, വലിയ ധ, ചെറിയ നീ, വലിയ നീ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അനുപല്ലവിയിൽ വരുന്ന സമയത്ത് പ്രതിമധ്യമവും ശുദ്ധമധ്യമവും ഒരുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക രാഗത്തിലാണെന്ന് ഒരു വരി പോലും എനിക്ക് തോന്നുന്നില്ല ഒരു രാഗ ബേസ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു രാഗഛായ മാത്രം കൊടുത്തിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു പാട്ടാണ് ചെന്താമരത്തേനോ. അപ്പോൾ അത് രാഗഭാവമായിരുന്നു. രാഗഭാവത്തിൽ ഇതുപോലെ എന്താ പറയുക, ചലച്ചിത്ര രംഗത്ത് നിന്ന് അങ്ങനെ ഗാനരംഗത്ത് നിന്നൊക്കെ ഉള്ള വിവിധ ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, പക്ഷേ രസമാണ്, പ്ലസന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.